അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനികളായ സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റഹ്മത്തിൻ്റെ പത്തിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല നമുക്ക് ധാരാളമായ റഹ്മത്ത്, അവൻ്റെ കാരുണ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാരക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു ദിവസം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സന്നിധിയിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. മഹാനായ അംർ ഇബ്നുൽ ആസ് ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ മലഞ്ചരിവിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ അവിടേക്ക് കടന്നു വരുന്നു. ആ വന്ന മനുഷ്യൻ ആഡംബരപൂർണമായ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. പച്ചപ്പട്ടുകളെ കൊണ്ട് അരികു വെക്കപ്പെട്ട ജുബ്ബ ധരിച്ച് തികച്ചും ഒരു പ്രമാണിയെപ്പോലെ, വലിയ ഒരു മനുഷ്യനെ പോലെയാണ് അദ്ദേഹം ആ സദസ്സിലേക്ക് കടന്നു വന്നത്. പ്രവാചക സന്നിധിയിലെത്തിയ അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനെ നോക്കി പ്രവാചക അനുചരന്മാരോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ ഈ നേതാവ് ഉയർന്ന ആളുകളെ താഴ്ത്തുകയും താഴ്ന്ന ആളുകളെ ഉയർത്തുകയും ചെയ്യുകയാണ്. അതായത് പാവപ്പെട്ടവർക്ക് കൂടുതൽ സ്ഥാനം നൽകുകയും സമ്പന്നരെ അവഗണിക്കുകയും ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജുബ്ബയിൽ പിടിച്ച് ഇങ്ങനെ ചോദിച്ചു: വിവരമില്ലാത്ത ആളുകൾ ധരിക്കുന്ന വസ്ത്രമാണല്ലോ നീ ധരിച്ചിരിക്കുന്നത്. ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ മകനോട് മരണസന്ദർഭത്തിൽ ചെയ്തതായ ചില വസിയ്യത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു: ഞാൻ നിന്നോട് 2 കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുകയും 2 കാര്യങ്ങളെ തൊട്ട് നിന്നെ തടയുകയും ചെയ്യുന്നു. ഞാൻ പറയുന്ന വിഷയങ്ങളെ നീ കൃത്യമായി കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ തൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സംഭവമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വന്നതായ മനുഷ്യനോട് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഞാൻ കൽപ്പിക്കുന്ന 2 വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നീ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം അള്ളാഹുവിൻ്റെ ദിക്റുകളിൽ ഏറ്റവും ഉത്തമമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റാണ്. വഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഞാനും എൻ്റെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം ഈ ലോകത്ത് പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റാണ്. ആ ദിക്ർ നീ ഏതു സമയത്തും നീ പറഞ്ഞുകൊണ്ടിരിക്കണം. 7 വാനവും 7 ഭൂമിയും ഒരു തട്ടിൽ വെച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റേ തട്ടിൽ വെക്കപ്പെട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനാണ് കനം കൂടുതൽ ഉണ്ടാവുക എന്ന് ഒന്നാമത്തെ ഉപദേശമായി കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ഏത് സമയത്തും നമ്മുടെ നാവിൽ നിന്നും ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം. അത് നാളെ മീസാനിൽ നമുക്ക് ഭാരം തൂങ്ങാൻ, കനം തൂങ്ങാൻ കാരണമാകുന്നതാണ്. രണ്ടാമതായിക്കൊണ്ട് പറയുകയാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ നീ ആവുന്നത്ര വർദ്ധിപ്പിക്കണം. കാരണം എന്താണ്? അല്ലാഹു തആല സർവ്വ ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ആ ഒരു ദിക്റിൻ്റെ പേരിലാണ്. അള്ളാഹുവിൽ നിന്നുള്ള സർവ്വ അനുഗ്രഹങ്ങളും നിനക്ക് ലഭിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യും. ഞാൻ നിന്നോട് ചെയ്യരുതെന്ന് അപേക്ഷിക്കുന്ന 2 വിഷയങ്ങൾ: ഒന്ന്, അള്ളാഹുവിനെ കൊണ്ട് മറ്റൊരുത്തനെ നീ പങ്കു ചേർക്കരുത്. അത് നിൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ വിശ്വാസത്തിലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. 2, നിനക്ക് അഹങ്കാരം ഉണ്ടാകരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ അനുചരന്മാരിൽ ചിലർ ചോദിച്ചു: അള്ളാഹുവിൻ്റെ റസൂലേ, ശിർക്ക് എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം. എന്നാൽ അഹങ്കാരം കൊണ്ട് എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല. ഈ വ്യക്തി ധരിച്ചതുപോലെ നല്ല വസ്ത്രം ധരിക്കൽ അഹങ്കാരമാണോ? മഹാന്മാരായ സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്. അല്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മറുപടി പറഞ്ഞു:
നല്ല ചെരുപ്പ് ധരിക്കലാണോ അഹങ്കാരം? നല്ല വാഹനത്തിൽ യാത്ര ചെയ്യൽ അഹങ്കാരമാണോ? ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവുകയും അവരോടൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്യുന്നത് അഹങ്കാരമാണോ? പിന്നെ എന്താണ് നബിയെ അഹങ്കാരം എന്ന് പറയുന്നത് എന്ന് മഹാന്മാരായ സ്വഹാബത്ത് ആരംഭപ്പൂവായ നബി തങ്ങളോട് ചോദിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നല്ല ചെരുപ്പ് ധരിക്കലും നല്ല വസ്ത്രം ധരിക്കലും നല്ല ആൾക്കാരുമായി കൂട്ടുകൂടലും നല്ല വാഹനത്തിൽ യാത്ര ചെയ്യലും ഒന്നുമല്ല അഹങ്കാരം. അതൊരിക്കലും അഹങ്കാരമല്ല. അല്ലാഹു തആല ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കുന്നതിനോ വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനോ ഒന്നും അല്ലാഹുവിന് ഒരു വെറുപ്പുമില്ല. പക്ഷേ അഹങ്കാരം എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിക്കുകയും ആളുകളെ നിസ്സാരമാക്കുകയും ചെയ്യലാണ് അഹങ്കാരം. അൽ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന കിതാബിൽ ഈ സംഭവം ഉദ്ധരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏത് മേഖലയിലും നമ്മുടെ മനസ്സിലൊരിക്കലും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല, കിബർ ഉണ്ടാകാൻ പാടില്ല. നമുക്കൊക്കെ താഴ്മയുണ്ടാകണം, വിനയമുണ്ടാകണം. വിനയത്തിൻ്റെ അനുയായികളായി ഞാനും നിങ്ങൾ മാറണം. ഈ ഒരു സംഭവം, ഈ ഒരു ചരിത്രം നമുക്ക് പാഠമാണ്. അതുകൊണ്ട് അഹങ്കാരമെല്ലാം മാറ്റിവെച്ച്, കിബറൊക്കെ ഞാനും നിങ്ങൾ മാറ്റിവെച്ച് താഴ്മയുള്ളവരായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് തഖ്വയിലായി ജീവിക്കാൻ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് തരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.